ഹായ് ഗായ്സ്, നമസ്കാരം. നമ്മളെ മണിച്ചേട്ടൻ്റെ മരണം പുതിയൊരു വഴിത്തിരിവിലേക്കാണ്. RL രാമകൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകളാണ്. എന്താണ് നിനക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് അതിൽ പറയാനുള്ളത് നമ്മളെ മണിച്ചേട്ടൻ, ഞങ്ങളൊക്കെ വന്ന് മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ്. കാരണം ഞങ്ങള് എൻ്റെ വീട്ടിൽ തന്നെ നിങ്ങൾ മിക്ക പ്രേക്ഷകർക്ക് മൊത്തം അറിയാം, ഞാൻ മണിച്ചേട്ടനെ എൻ്റെ വീട്ടിൽ ഫോട്ടോ വെച്ച് ഞാൻ പൂജിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മണിച്ചേട്ടനെ. അപ്പം മണിച്ചേട്ടൻ്റെ മരണത്തിൽ ഭയങ്കരപ്പെട്ട ദുരൂഹത കിടക്കാനാണ്. കാരണം എന്തെന്ന് വെച്ചാല് മണിച്ചേട്ടൻ ബിയർ ചോദിച്ചപ്പം ക്ലാസ്സിൽ പെപ്സി ഒഴിച്ച് മയക്കുമരുന്ന് പെപ്സി കലക്കി മണിച്ചേട്ടനെ കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെയാണ്. അതിന് ശേഷമാണ് മണിച്ചേട്ടന് സുഖമില്ലായി തളർന്ന് വീഴുകയും ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത് അവര്. അപ്പൊ ഇതിന്റെ ഇടയിൽ മണിച്ചേട്ടനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോണ നേരം നോക്കി കൊണ്ടുപോയിരുന്ന മണിച്ചേട്ടനെ ആദ്യമായിട്ട് ഡ്രസ്സിന് എന്തുകൊണ്ടാണ് ഇവർ കത്തിച്ചു കളഞ്ഞത്? അങ്ങനെ സംഭവം ഉണ്ടായി. അതെന്താണ് പറയുന്നുണ്ട്? അല്ല, ഇപ്പൊ എന്തിനാ മണിച്ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മുമ്പേ തന്നെ മണിച്ചേട്ടന്റെ ഡ്രസ്സ് എന്തുകൊണ്ട് കത്തിച്ച്? അത് പിന്നെയല്ലേ കത്തിക്കണം. അത് ആദ്യം പിന്നെ കത്തിക്കേണ്ട സാധനം ആദ്യമേ കത്തിച്ച. അപ്പൊ ഈ നമ്മളിപ്പോ ഈ കൺട്രോൾ ചെയ്യുന്ന ഞമ്മക്കും മണിച്ചേട്ടനെ ഇതിനെ കുറിച്ച് ഭയങ്കര സംശയം. ആ കേസ് ഇന്നും തെളിഞ്ഞ് CA വരെ അന്വേഷിച്ചു ഈ കേസ്. എന്നിട്ട് പോലും ഈ കേസ് ഇതുവരെയായിട്ട് തെളിയുന്നില്ല. കാരണം അന്ന് പാടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ അവിടെ പാടിയിലെന്താ മണിച്ചേട്ടൻ എന്തിനാണ് ഒരു ബിയർ ചോദിച്ചപ്പോ അതില് പെപ്സിയിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ മണിച്ചേട്ടന് പാടിയിൽ അവിടെ എന്ത് നടന്നെന്ന്. കാരണം ഇതിന്റെ പേരിൽ പൈസപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഇതിന് മുമ്പേ. മനസ്സിലല്ലേ? പാടിയിൽ പൈസപരമായിട്ടും മണിച്ചേട്ടനെ ഒരുപാട് പേര് മണിച്ചേട്ടന്റെ കൂടെ സഹകരിച്ച് നിന്നിട്ട് മണിച്ചേട്ടനെ പറ്റിച്ചിട്ട് കുറെ പേര് പോയിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇത് നടക്കാനാണ്. പാടിയിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് ദൈവത്തിന് തന്നെ അറിയാം. പക്ഷെ അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. അത്രേ ഉള്ളൂ. ഇതിനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. കലാഭവൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് ഇന്നും ഒരു വേദനയാണ് മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ. തീരാവേദന. പിന്നെ അല്ലേ? അപ്പോ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് RL രാമകൃഷ്ണന്റെ അടുത്ത് തന്നെ നമ്മൾ നേരിട്ട് ചോദിച്ചറിയുന്നതായിരിക്കും. അപ്പോ അതുവരെയും വീഡിയോ വൈൻഡപ്പ് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. അതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്നേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും.